ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ബ്രഹ്മയുഗം. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയെന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സോണി ലിവ് സിനിമയുടെ OTT അവകാശങ്ങൾ എത്ര കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് എന്നും പറഞ്ഞ ഒരു പോസ്റ്റ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതായിട്ട് നിങ്ങൾ തന്നെ കണ്ടിരിക്കുമല്ലോ. ഏകദേശം 30 കോടി രൂപയ്ക്ക് സോണി ലിവ് സിനിമയുടെ പാൻ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നൊക്കെ പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിൽ പല മാധ്യമങ്ങളിലെ പോസ്റ്റ് നാം കണ്ടത്. അത്തരത്തിലുള്ള പോസ്റ്റ് എല്ലാം തന്നെ കണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മോട് പലരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണ വ്യക്തതയൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ഇന്ത്യയിൽ നമ്മുടെ അറിവിൽ ഏറ്റവും മികച്ച OTT പ്ലാറ്റ്ഫോം അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വമ്പൻ സിനിമകളെല്ലാം തന്നെ സ്വന്തമാക്കുന്ന OTT പ്ലാറ്റ്ഫോം ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ആണ്. ഇതിൽ ഹോട്ട്സ്റ്റാർ ആണ് ഒരു മലയാളം സിനിമയുടെ, അതും വമ്പൻ സിനിമകളുടെ എല്ലാം തന്നെ പല സിനിമകളുടെ OTT അവകാശങ്ങൾ വൻ തുകയ്ക്ക് സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രം കൂടുതൽ ആധിപത്യമുള്ള സോണി ലിവ് പോലൊരു OTT പ്ലാറ്റ്ഫോം 30 കോടി രൂപയ്ക്ക് ഒരു മലയാളം സിനിമ പാനന്ത്യൻ ഭാഷകളിൽ സ്വന്തമാക്കിയെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം തള്ളാണ് എന്ന് ഇന്നലെ തന്നെ ഉറപ്പായതാണ്. ഇപ്പോഴത് 100% ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശങ്ങൾ 30 കോടി രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ടു എന്നൊരു വാർത്ത പൂർണ്ണമായും തെറ്റാണ് എന്നാണ് വൈനോട്ട് സ്റ്റുഡിയോസ് നിർമ്മിച്ച മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ ബ്രഹ്മയുഗത്തിന്റെ നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചിരിക്കുന്നത്. മോളിവുഡിലെ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ട ബ്രഹ്മയുഗം എന്ന സിനിമ 30 കോടി രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ട സിനിമ എന്നൊരു എക്സിൽ ഒരു പോസ്റ്റിന് താഴെയാണ് എക്സൽ തന്നെ നിർമ്മാതാവിന്റെ മറുപടി. ഈ വാർത്ത തെറ്റാണ് എന്നും സിനിമ കണ്ട് ആസ്വദിക്കുമെന്നും ഞങ്ങളുടെ ടാലന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് നിർമ്മാതാവിന്റെ മറുപടി. എന്തായാലും സമീപകാലത്ത് മോളിവുഡ് കണ്ട ഒരു ജെനുവിൻ നിർമ്മാതാവ്, മികച്ച നിർമ്മാതാവ് ആയിട്ട് കൂടി ബ്രഹ്മയുഗം എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ നിർമ്മാതാവ് മാറുകയാണ്. നേരത്തെ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ബഡ്ജറ്റ് 10-20 കോടിയാണ് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ ബഡ്ജറ്റുമായിട്ട് ഇതേ നിർമ്മാതാവ് തന്നെയായിരുന്നു ആരാധകരെ തിരുത്തിയത്. എന്തായാലും തള്ളില്ലാതെ ബ്രഹ്മയുഗം എന്ന സിനിമ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മികച്ച തുകയ്ക്കായിരിക്കും ആ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടുക എന്ന് സംശയമൊന്നും തന്നെയില്ല. ഇതിനു മുന്നേ 2018 എന്ന സിനിമയാണ് സോണി ലിവ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്ന സിനിമ. ആ പ്രൈസിനെ മറികടന്നോ ബ്രഹ്മയുഗത്തിന്റെ OTT റൈറ്റ്സ് എന്നാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബ്രഹ്മയുഗം ജെനുവിൻ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കായിട്ട്.